ഇപ്പോൾ താങ്കളിപ്പോൾ ഒബ്സർവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റിപ്പീറ്റഡ്ലി ഉണ്ടാക്കുന്ന കോമൺ മിസ്റ്റേക്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ മണ്ടത്തരങ്ങൾ എന്തൊക്കെയാണ് ഇതിൽ? കോമൺ മണ്ടത്തരം എന്ന് വെച്ചാൽ അവർ പഠിച്ച കാര്യങ്ങൾ അവർ അലേർട്ടാകുന്നില്ല. ഇതൊരു ടെക്നോളജിയാണ് ബൈ. അപ്പോൾ ആ ടെക്നോളജി നമ്മൾ ഒരു ലേസിനെസ് നമ്മൾ കാണിച്ചാൽ, നിങ്ങൾ പറഞ്ഞ ബുദ്ധിയില്ലായ്മ കാണിച്ചാൽ, ഒരു ഈവൻ ഹാഷ്ടാഗ് പോലും ഒന്ന് മിസ് ചെയ്ത് അയക്കാൻ നമ്മൾ ഓരോർക്ക് വാലറ്റുകൾ ഉണ്ടാവും, ഇൻഡിവിജ്വൽ വാലറ്റ് ഉണ്ടാവും. ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന, ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന വാലറ്റ് ഫിസിക്കൽ, നമ്മൾ വാലറ്റ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? നമ്മളെ പൈസ, ഫിസിക്കൽ കറൻസി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതേപോലെ ക്രിപ്റ്റോ നമ്മൾ ഹോൾഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മൾട്ടി വാലറ്റുകളുണ്ട്, ഡീസെൻട്രലൈസ്ഡ് ആപ്ലിക്കേഷൻസ് വാലറ്റുകളുണ്ട്. അപ്പോൾ ആ വാലറ്റുകൾ ഉപയോഗിക്കുന്ന സമയത്ത് ഫേസ് കീകൾ നമുക്ക് ആവശ്യം വരും. ലോകത്ത് എവിടെ വേണമെങ്കിൽ ഒരു ആൻഡ്രോയിഡ് ഫോണും ഇൻ്റർനെറ്റ് ഉണ്ടെങ്കിൽ നമുക്കത് ഉപയോഗിക്കാം. എൻ്റെ ഫേസ് കീ അറിയാത്ത ഒരാൾക്ക് പോലും അത് ഹാക്ക് ചെയ്യാൻ ഒന്നും തന്നെ പറ്റില്ല. 100% സെക്യൂർഡ് ആയിരിക്കും. പക്ഷെ ആ ഫേസ് കീ ഞാൻ പോലും അറിയാതെ മറ്റുള്ളവർക്ക് ലേസി ആയിട്ട് നമ്മൾ എവിടെയും പോയിട്ട് നമ്മൾ അത് സെക്യൂർഡായ രീതിയിൽ വെച്ചിട്ടില്ല എങ്കിൽ 100% എന്ത് ചെയ്യും, മറ്റുള്ളവർക്ക് എത്തുകയും ചെയ്യും, അതിലേക്ക് പോവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ എപ്പോഴും ഇതിൽ പഠിക്കുന്ന ഓരോ കാര്യങ്ങളും മിസ്റ്റേക്കുകൾ വരുന്ന സമയത്ത് അതൊരിക്കലും റിപ്പീറ്റഡ് മിസ്റ്റേക്ക് ആവരുത്. അത് നമ്മൾ തന്നെ ബോധേഡാവണം. പ്യൂർലി ടെക്നോളജിയാണ്, ആരും നമ്മളെ മോണിറ്റർ ചെയ്യാനില്ല. നമ്മളിത് പഠിക്കണം, നമ്മൾ ഇത് ചെയ്യണം.